Whoever touches this touches a man. ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല. പ്രശസ്തനായ ഒരു ഗ്രന്ഥകാരൻ്റെ പുസ്തകത്തെക്കുറിച്ച് അത്ര തന്നെ പ്രശസ്തനായ മറ്റൊരു നിരൂപകൻ പറഞ്ഞതാണ്. Whoever touches this touches a man. ഈ തലക്കെട്ട് ഇതാണ് എൻ്റെ ജീവിതം. ഇത് പൂർണ്ണമല്ല, ഒരു ധ്വനി ഇതിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ എല്ലാ ആത്മകഥയാണെന്ന് പറഞ്ഞ് മറ്റൊരു പുസ്തകം കണ്ടിട്ടുണ്ടാകും, പരിപ്പും കട്ടൻ ചായയും. അതല്ല, ഇതാണ് എൻ്റെ ജീവിതം എന്നത്. സഖാവ് ഇ.പി.യുടെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുടെ ബാഹുല്യമാണ്. സ്നേഹിതന്മാരാകട്ടെ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, പ്രത്യേകിച്ചും തൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടുന്നവർ മാത്രമല്ല. ഈ സ്റ്റേജിൽ ഇന്ന് പ്രസംഗിക്കുവാൻ ക്ഷണിക്കപ്പെട്ട മാന്യന്മാരിൽ അധികം പേരൊന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പെട്ടവരല്ല. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം എല്ലാ സങ്കുചിതങ്ങളെയും അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. ദശകങ്ങൾക്ക് മുമ്പ് മഞ്ചേരിക്കടുത്ത ഒരു ഗ്രാമത്തിൽ ഞാൻ പ്രസംഗിക്കുവാൻ പോയിരുന്നു. അത് മുസ്ലിം ലീഗിലെ സമുന്നതനായ ശ്രീ സീതി ഹാജിയെ കുറിച്ചുള്ള ഒരു സ്മരണിക പുറത്തിറക്കുവാനായിരുന്നു. വളരെ ജനബഹുലമായ സദസ്സായിരുന്നു. അന്നത്തെ പ്രധാന പ്രസംഗം ഏറെ നേരം നീണ്ടു നിന്നതും സദസ്യർ ആദ്യാവസാനം സഹർഷം സ്വീകരിച്ചതുമായ പ്രസംഗം ഇ.പി. ജയരാജൻ്റെതായിരുന്നു. ഇ.പി. ജയരാജൻ അത് ഓർത്തിരുന്നുവോ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റെല്ലാവരും, ഈ വേദിയിലുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങളാണ്. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ പോലെ ധന്യനായ മറ്റൊരാൾ കേരളത്തിലെ പൊതുജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉണ്ടോ എന്ന് സംശയമാണ്. സംശയമല്ല, ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും. പിന്നെ അദ്ദേഹം ഈ സൗഹൃദങ്ങൾ ഒരിക്കലും മറന്നു പോവുകയുമില്ല. സൗഹൃദങ്ങൾ സ്വീകരിച്ച വ്യക്തികൾ മറന്നാലും അദ്ദേഹം മറക്കില്ല.